മുടി കൊഴിയുന്നതിന് ഹെയർ ഓയിലുകൾ വാങ്ങി യൂസ് ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഹെയർ ഓയിൽ യൂസ് ചെയ്ത സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ അതുകൂടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ അതുപോലെ തന്നെ വരുന്നുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹെയർ ഓയിൽ എന്ന് പറയുന്നത് മുടിക്ക് ലോക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രോങ് ആക്കി വെക്കുക, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ് ഹെയർ ഓയിൽ ചെയ്യുന്ന ഫംഗ്ഷൻ. മുടി കൊഴിച്ചിലിന് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ നമുക്ക് ഹെയർ ഓയിലുകൾ സഹായിക്കും. പക്ഷെ അതേസമയം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഹെയർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു സ്ട്രക്ചർ ആണെങ്കിലും അത് വന്നിരിക്കുന്നത് നമ്മുടെ ബോഡിക്ക് അകത്തുനിന്നാണ്. ഹെയർ ഫോള് നമ്മളൊരു എണ്ണ നിർത്തുന്ന സമയത്ത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളതാണ്. എപ്പോഴും ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടി കറക്റ്റ് ചെയ്താലാണ് നമുക്ക് ഹെയർ ഫോള് കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിരിക്കണം. പലരും ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നുണ്ടാവും. ആവശ്യമുള്ളത്ര വൈറ്റമിൻസും കാൽഷ്യം ഒന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മുടി കൊഴിയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിരിക്കണം. അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ പെൺകുട്ടികളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അനീമിയാണ്. വിളർച്ചയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മുടി കൊഴിയാറുണ്ട്, അവർക്ക് മുടി കൊഴിച്ചിൽ മാറാനും സമയം എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യണം. പിന്നെ പറയാനുള്ളത്, തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ PCOD പോലുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റാണ്, പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ടായിരിക്കണം. ശരിയായ അളവിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒരുപാട് വെള്ളം കുടിക്കണം എന്നല്ല പറഞ്ഞത്, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സ്ലീപ്പ്. ഉറക്കം ഒഴിക്കുന്നതും രാത്രി ഒരുപാട് സമയം ഉറക്കം ഒഴിച്ചിരിക്കുന്നത്, പ്രോപ്പറായിട്ട് റെസ്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ഹെയർ ഫോൾ ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ട്രെസ് ഹെയർ ഫോളിന് നല്ലൊരു റീസൺ ആണ്. ഒരുപാട് സോൾട്ടി സ്പൈസി ഫുഡാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യണം.